നമസ്കാരം പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ. ക്യാൻവ മലയാളം ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ക്യാൻവയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അതിൻ്റെ അക്കൗണ്ട് സെറ്റപ്പിനെ കുറിച്ചാണ്. അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ക്യാൻവയുടെ വെബ്സൈറ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു. ക്യാൻവ ഓപ്പണായി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും മുകൾ വശത്തായിട്ട് കുറച്ച് ഐക്കൺസ് കാണാൻ കഴിയും. വലതുവശത്ത് ഇത് സെറ്റിങ്സിൻ്റെ ഓപ്ഷനാണ്. അതിൻ്റെ അപ്പുറത്ത് നോട്ടിഫിക്കേഷൻസ്, അതിൻ്റെ അപ്പുറത്ത് നമ്മുടെ അക്കൗണ്ട് നെയിമാണ് കാണിക്കുക. അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം ഈ ഒരു സെഷനിൽ പോയിട്ട് ലോഗിൻ ചെയ്യണം. ഞാൻ ലോഗിൻ ചെയ്തിട്ടുള്ളത് യുണൈറ്റഡ് സ്കിൽസ് അക്കാദമിയുടെ അക്കൗണ്ടിലാണ്. ഓക്കെ, ഞാനതൊന്ന് എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് മറ്റൊരു വെബ്സൈറ്റിലൂടെ, മറ്റൊരു വെബ് ബ്രൗസറിലൂടെ കാണിക്കാം. ഞാനിവിടെ ക്യാൻവയുടെ വെബ്സൈറ്റിൽ കയറാം. canva.com. ഇതാണ് ക്യാൻവ. ഒരു അക്കൗണ്ട് എടുക്കാത്ത ആൾ തുറന്നു കഴിഞ്ഞാൽ കാണുന്ന ഇൻ്റർഫേസ്. ഇവിടെ ലോഗിന്, സൈനപ്പ് എന്നീ രണ്ട് ഓപ്ഷൻസ് കാണാം. ഇതുവരെ അക്കൗണ്ട് എടുക്കാത്തവരാണെങ്കിൽ സൈനപ്പ് എന്നുള്ള ഓപ്ഷനാണ് എടുക്കേണ്ടത്. നേരെ മറിച്ച് നിങ്ങൾക്ക് നേരത്തെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ കൊടുക്കുക. അപ്പോൾ സൈനപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂ വിത്ത് ഗൂഗിളിൽ നിന്നും കാണാം, കണ്ടിന്യൂ വിത്ത് മെയിലിൽ നിന്നും കാണാം, കണ്ടിന്യൂ അനദർ വേ എന്നും കാണാം. നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും സുഖം. ഇനി നിങ്ങളുടെ മെയിൽ ഐ ഡി വെച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് പല മെയിൽ ഐ ഡികളുണ്ടല്ലോ. ഗൂഗിൾ അല്ലാത്ത യാഹു ഉണ്ട്, ഹോട്ട്മെയിൽ ഉണ്ട്, അങ്ങനെ ഒരുപാട് മെയിലുകളുണ്ട്. അപ്പോൾ ഈ മെയിൽ ഐ ഡികൾ കൊണ്ടാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ വിത്ത് ഇമെയിൽ എന്ന് കൊടുത്താൽ മതി. ആ കണ്ടിന്യൂ വിത്ത് ഇമെയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക. ഏതാണോ ഇമെയിൽ ഐ ഡി, ആ മെയിൽ ഐ ഡി ഞാൻ ഉദാഹരണ ഡെമോ കാണിക്കുകയാണ്. കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇമെയിൽ ഐ ഡിയിൽ നമ്മൾ കൊടുക്കേണ്ട പേര് ഇവിടെ കാണും. എന്നിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു കോഡ് വരും. ആ കോഡ് ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് സൈനപ്പ് ചെയ്യാൻ കഴിയും. ഞാനൊരു ഉദാഹരണം കാണിച്ചാണ്. ഇനി മറ്റു മാർഗ്ഗങ്ങളുണ്ട്. കണ്ടിന്യൂ അനദർ വേ ഒരുപാട് ഓപ്ഷൻസ് കാണാം. ഗൂഗിൾ കൊണ്ട്, അഥവാ ഇമെയിൽ ഐ ഡി, ഫേസ്ബുക്ക്, ആപ്പിള്, മൈക്രോസോഫ്റ്റ്, വർക്ക് മെയിൽ, മൊബൈൽ ഫോണ്, ക്ലവർ, ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ കഴിയും. ഓക്കെ, ഇതാണ് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ. ഇനി നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇനി ലോഗിൻ ആണെങ്കിൽ നേരെ ഈ ഓപ്ഷനിലേക്ക് കയറി കൊടുക്കുക, നമ്മളതിലേക്ക് ലോഗിൻ ആവും. ലോഗിൻ ആയാൽ ഉള്ള അവസ്ഥയാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇനി ഒരു ക്യാൻവയിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ക്യാൻവയുടെ വെബ്സൈറ്റിൽ തുറന്നു കഴിഞ്ഞാൽ കുറച്ച് അടിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ 4 ഓപ്ഷൻസ് കാണാൻ കഴിയും. ക്യാൻവ ഫ്രീ, ക്യാൻവ പ്രോ, ക്യാൻവ ടീംസ്, ക്യാൻവ എൻ്റർപ്രൈസസ്. ക്യാൻവ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു ഫ്രീ വെബ്സൈറ്റ് അല്ല. അതാദ്യം മനസ്സിലാക്കണം. പല ആളുകളും വിചാരിക്കുന്നത് ക്യാൻവ എന്ന് പറഞ്ഞാൽ ഫ്രീ ആയിട്ട് ഡിസൈൻ ചെയ്യാവുന്ന ഒരു ടെംപ്ലേറ്റ് പ്ലാറ്റ്ഫോമാണെന്നാണ്. അങ്ങനെയല്ല. ക്യാൻവ നമുക്ക് ലിമിറ്റഡ് എഡിഷൻസ്, ലിമിറ്റഡ് ടെംപ്ലേറ്റ്സ് നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം. അതിൻ്റെ അപ്പുറത്തേക്ക് അതിൻ്റെ പ്രീമിയം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് കൊടുക്കേണ്ടി വരും. അതിനാണ് ക്യാൻവ പ്രോ എന്ന് പറയുന്നത്. അപ്പോൾ ക്യാൻവ ഫ്രീ എന്നുള്ളത് എടുത്തു കഴിഞ്ഞാൽ, ഗെറ്റ് ക്യാൻവ ഫ്രീ എന്നെടുത്തു കഴിഞ്ഞാൽ നമുക്കത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫ്രീ വെർഷൻ ഉപയോഗിക്കാം. ഫ്രീ വെർഷൻസിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ക്യാൻവ പ്രോ ആണെങ്കിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റുകളുണ്ട്. അതാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ക്യാൻവയുടെ പ്രോ എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഗുണങ്ങൾ, അതാണ് നമ്മൾ ആദ്യമായിട്ട് പറയാൻ പോകുന്നത്. ക്യാൻവ പ്രോയിൽ നമുക്ക് ക്യാൻവയുടെ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത മെയിനായിട്ട്. പിന്നെ അതിന് നമുക്ക് പണം നൽകേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സാണ് ഞാൻ ആദ്യം പറയുന്നത്. നമുക്കതിൻ്റെ ഫീച്ചേഴ്സ് ബാക്ക്ഗ്രൗണ്ട് റിമൂവർ, പ്രീമിയം കണ്ടൻറ്റ്, ഇൻസ്റ്റൻറ്റ് ആനിമേഷൻ,
സോഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യാനും ടെംപ്ലേറ്റ് ഡിസൈൻ ചെയ്യാനും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അതൊക്കെ നമുക്ക് എടുക്കാൻ കഴിയും. ഇതൊക്കെ അതിൻ്റെ ഫീച്ചേഴ്സാണ്. കെർവ്ഡ് ടെക്സ്റ്റ് ജനറേറ്റർ, ഫോട്ടോ എഫക്റ്റുകൾ, അതുപോലെ ഇമേജ് എൻഹാൻസർ. ഇതൊക്കെ എന്താണെന്ന് മനസ്സിലാവാത്തൊരു വിഷമിക്കേണ്ടതില്ല. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഇമേജ് എൻഹാൻസർ എന്താണെന്നൊക്കെ പറയും. പിന്നെ ഫോട്ടോസിലേക്ക് ഫ്രെയിം ആഡ് ചെയ്യുക, അതുപോലെ ഫോട്ടോസിലേക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യുക, ഓൺലൈനായിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുക, വീഡിയോ ട്രിം ചെയ്യുക, വീഡിയോ MP4 ആയിട്ട് കൺവേർട്ട് ചെയ്യുക. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്കിതിൽ കിട്ടും. ടെക്സ്റ്റിനെ ഇമേജ് ആക്കി മാറ്റുക, അതുപോലെ PDF എഡിറ്റ് ചെയ്യുക, വീഡിയോസുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓപ്ഷൻസ്, ഫോട്ടോസുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓപ്ഷൻസ്, ഇതൊക്കെ അതിൽ വരുന്ന ഓപ്ഷൻസ് ആണ് കേട്ടോ. ഓക്കെ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്കിതിൽ കാണാൻ കഴിയും. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രൈസ് നമുക്ക് മനസ്സിലാക്കണം. കാരണം നമുക്ക് ഇത് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബജറ്റും കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ക്യാൻവയുടെ 1 മന്ത് പ്രീമിയം സബ്സ്ക്രിപ്ഷനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 500 രൂപ മാത്രം മതി ഒരാൾക്ക്. അതിലൊരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അൺലിമിറ്റഡ് ആയിട്ടുള്ള പ്രീമിയം ടെംപ്ലേറ്റുകൾ നമുക്ക് ലഭിക്കും. 100 മില്യൻ്റെ അധികം ഫോട്ടോസും വീഡിയോസും ഗ്രാഫിക്സും ഓഡിയോസും കിട്ടും. അതുപോലെ 1000 ബ്രാൻഡ് കിറ്റുകൾ മാനേജ് ചെയ്യാൻ കഴിയും. ബ്രാൻഡ് കിറ്റ് എന്താണെന്നൊക്കെ നമുക്ക് പറയാം. അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് റീസൈസും ട്രാൻസ്ലേഷനൊക്കെ ചെയ്യാൻ കഴിയും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഒറ്റ ക്ലിക്കിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാൻ കഴിയും. പിന്നെ 20-ലധികം AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് ബൂസ്റ്റ് ചെയ്യാനുള്ള ക്രിയേറ്റിവിറ്റി എല്ലാം ആഡാണ്. അതുപോലെ 1 TB ക്ലൗഡ് സ്റ്റോറേജ് ഉണ്ട്. ഓൺലൈനായിട്ടുള്ള കസ്റ്റമർ സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഇത് ക്യാൻവ പ്രോയിൽ കിട്ടുന്ന പ്രീമിയം ഫീച്ചറിൻ്റെ ഒരു മാസത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ ഇത് മന്ത്ലി അല്ല നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത്, ഒരു കൊല്ലത്തേക്ക് നിങ്ങൾക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ ഈസിയാണ്. 4000 രൂപ മാത്രമേ ഉള്ളൂ. 4000 രൂപ എന്ന് പറയുമ്പോൾ വളരെ ചെറിയ എമൗണ്ടാണ്. ഒരു കൊല്ലത്തേക്ക് 4000 എന്ന് പറയുന്നത് വളരെ ചെറിയ എമൗണ്ടാണ്. കാരണം നമുക്കിതെല്ലാം കൂടെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ അത് ചെറിയ എമൗണ്ടാണ്. അങ്ങനെ എടുക്കുന്നവർ 4000 രൂപയ്ക്ക് എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം അത് പഠിക്കാൻ തുടങ്ങിയവരൊന്നും അത് എടുക്കേണ്ടതില്ല. അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. ഒരു ദിവസത്തിൻ്റെ ഒരു ആഴ്ചയുടെ ഒക്കെ പ്ലാനുകളുണ്ട്. അത് നിങ്ങൾക്ക് എടുക്കാം. ഇതൊക്കെ പ്രോയിൽ കിട്ടുന്ന ബെനഫിറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ക്യാൻവ യൂസ് ചെയ്യാൻ. ക്യാൻവ യൂസ് ചെയ്യുന്നവർ നിർബന്ധമായിട്ടും ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരുപാട് നഷ്ടമാണ്. കാരണം ഒരു വർഷത്തേക്ക് ഒരു ബിസിനസ് ഓണറൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഒരു വർഷത്തേക്ക് എടുക്കുകയാണ് ഏറ്റവും ബെറ്റർ. കാരണം അത്രയും പൈസ നമുക്ക് ലാഭം കിട്ടും. ഒരു 500 രൂപ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, 500 രൂപ മാസത്തിന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6000 രൂപയാണ് വരുന്നത് ഒരു വർഷത്തേക്ക്. അത് നമ്മൾ ഒരു 1 ഇയറിനേക്ക് എടുക്കുമ്പോൾ 4000 രൂപ, 2000 രൂപ ഡിസ്കൗണ്ടഡ് പ്രൈസാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ. അതുകൂടാതെ ക്യാൻവ ഫ്രീ എന്നുള്ള ഓപ്ഷൻ നോക്കുക. ക്യാൻവ ഫ്രീ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെറിയ ഫീച്ചേഴ്സ് മാത്രമേ ഇതിൽ കിട്ടുള്ളൂ. 5 GB ക്ലൗഡ് സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ AI ജനറേറ്റഡ് റൈറ്റിംഗ് ആൻഡ് ഡിസൈൻസ് ഉണ്ട്. 3 മില്യൺ പ്ലസ് സ്റ്റോക്ക് ഫോട്ടോസും ഗ്രാഫിക്സും കിട്ടും. 1 മില്യൺ പ്ലസ് പ്രൊഫഷണലി ഡിസൈൻഡ് ആയിട്ടുള്ള ടെംപ്ലേറ്റുകൾ കിട്ടും. 1000 പ്ലസ് ഡിസൈൻ ടൈപ്പുകളും കിട്ടും. പിന്നെ ഈസി ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഇട്ട് ഇത്രയും കിട്ടുള്ളൂ ക്യാൻവ ഫ്രീയിൽ. ഇതൊരു ഒരാൾക്കുള്ളതാണ്. ഇനി ഇതിന്റെ എഡ്യൂക്കേഷൻ രൂപമുണ്ട്. എഡ്യൂക്കേഷൻ പ്ലാനുകളാണ് സാധാരണ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ക്യാൻവ പ്രോ 99 രൂപക്ക്, ക്യാൻവ പ്രോ 199 രൂപക്ക്, 149 രൂപക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ക്യാൻവ പ്രോ അല്ല ശരിക്കും. നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, ക്യാൻവ പ്രോ ഒരിക്കലും ചെറിയ എമൗണ്ടിന് കിട്ടൂല. അത് ക്യാൻവ ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല. അത് ക്യാൻവയുടെ സ്റ്റുഡന്റ് അക്കൗണ്ട് എടുത്തുകൊണ്ട് ബൾക്കായിട്ട് എടുത്തുകൊണ്ട് കൊടുക്കുകയാണ്. അത് കുറഞ്ഞ ടൈമിൽ നമുക്ക് യൂസ് ചെയ്യാനേ കഴിയുള്ളൂ. പല ആളുകളും അതിൽ വഞ്ചിതരായി പോകുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. ക്യാൻവ പ്രോ ഒരിക്കലും ചെറിയ എമൗണ്ടിന് കിട്ടൂല. അത് 500 രൂപക്ക് തന്നെ 1 മന്ത് ആണെങ്കിൽ 500 രൂപക്ക്, അല്ലെങ്കിൽ 1 ഇയർ ആണെങ്കിൽ 4000 രൂപക്ക് തന്നെ കിട്ടുള്ളൂ. അത് ക്യാൻവ തന്നെ നേരിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ക്യാൻവ ഒരിക്കലും ഒരാളെയും അത് കൊടുക്കാൻ ഏൽപ്പിച്ചിട്ടില്ല. അത് അവരുടെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, മറ്റുള്ളതൊക്കെ ഫേക്ക് ആണ്. അപ്പൊ അതിൽ വഞ്ചിതരായി പോകരുത്. നിങ്ങൾക്ക് ഒരു 149 രൂപക്ക് ലൈഫ് ടൈം തരിക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും പോസിബിൾ അല്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്കത് ഉപയോഗിച്ചിട്ട് എത്ര കാലം ഉപയോഗിക്കാൻ പറ്റുമോ അത്ര കാലം നിങ്ങൾക്ക് ലാഭം എന്ന് മാത്രമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ക്യാൻവ പ്രോ ഒരിക്കലും ഒരു വർഷത്തേക്കോ അല്ലെങ്കിൽ ഒരു ലൈഫ് ടൈം ആയിട്ടൊന്നും നമുക്ക് 149 രൂപക്കോ 200 രൂപക്കോ ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ക്യാൻവയുടെ ഒരു പ്രൈസിങ് പ്ലാൻ വരുന്നത്. ഓക്കെ, ഇനി
നമുക്കിത് ടീം ബിൽഡ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഓപ്ഷൻ ക്യാൻവയിലുണ്ട്. ക്രിയേറ്റ് എ ടീം എന്നുള്ള ഓപ്ഷൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ടീമായിട്ട് ഇതിനെ നമുക്ക് നമ്മുടെ പ്രൈസിനെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ ഞാൻ എൻ്റെ ഒരു യുണൈറ്റഡ് സ്കിൽസ് അക്കാദമി എന്നുള്ള സ്ഥാപനത്തിന്റെ കീഴിലാണ് ടീം നെയിം വരിക. അതിന് ഞാനൊരാളുടെ ഇപ്പൊ എൻ്റെ പേര് ഞാനിതിൽ എൻ്റെ മെയിൽ ഐ ഡി ഇതിൽ കൊടുത്തു കഴിഞ്ഞു. എന്നിട്ട് ടീം മെമ്പറായിട്ട് ഇൻവിറ്റേഷൻ കൊടുത്തു. അപ്പൊ 112 രൂപ നമ്മൾ ഇതിലേക്ക് അടച്ചു കഴിഞ്ഞാൽ ഈ ടീമിലേക്ക് നമുക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. ഓക്കെ, സെൻഡ് ഇൻവിറ്റേഷൻ കൊടുത്തു, അതിലേക്ക് ജോയിൻ ചെയ്യാൻ കഴിയും. അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. ടീം ബിൽഡ് ചെയ്ത് ടീമായിട്ട് അങ്ങനെ കുറച്ച് വലിയ എമൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ടീമായിട്ട് ഉപയോഗിക്കാൻ കഴിയും. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അണ്ടറിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് അത്. ഓക്കെ, അപ്പൊ ആ പൈസ നമ്മൾ ടീമിന്റെ അക്കൗണ്ടിൽ നിന്നാണ് പോവുക. ഇപ്പൊ എനിക്ക് അതിന്റെ മെസ്സേജ് വന്നു, ഞാനൊരു ട്രാൻസാക്ഷൻ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. ആ ഓപ്ഷനാണ് വരിക. ഓക്കെ, അങ്ങനെ ഉപയോഗിക്കാനുള്ള ഓപ്ഷനും ക്യാൻവയിലുണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ടീമിന്റെ കാര്യം ഞാൻ പറഞ്ഞത്. നമുക്ക് ബന്ധപ്പെട്ട നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നത് ഇവിടെ ആയിരിക്കും. സെറ്റിംഗ്സ് ഉണ്ട്. സെറ്റിംഗ്സ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ നമുക്ക് ഇവിടെ എഡിറ്റ് ചെയ്യാൻ കഴിയും. നമുക്ക് നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് അല്ലെങ്കിൽ വ്യക്തിയുടെ പേരാണെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാം. അതുപോലെ ഇത് ആർക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, സ്റ്റുഡന്റിന് വേണ്ടിയിട്ടാണോ ബിസിനസ്സിന് വേണ്ടിയിട്ടാണോ എന്താണെന്നൊക്കെ ഇവിടെ കൊടുക്കാം. നമ്മുടെ ലാംഗ്വേജ് ഇവിടെ സെറ്റ് ചെയ്യാൻ കഴിയും. അതുപോലെ ലോഗിനുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്, നമ്മുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും ഫോണിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നൊക്കെ സൈൻ ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സൈൻ ഔട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇതാണ് ക്യാൻവയുടെ ഒരു ലോഗിനുമായി ബന്ധപ്പെട്ട അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ്. ഇനി അടുത്ത ചാപ്റ്ററിൽ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട വലിയ കാര്യങ്ങൾ പഠിക്കാം. താങ്ക് യു.